സമാധാനവും പ്രത്യാശയും എപ്പോഴും നീക്കും. ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ, അങ്ങയുടെ രാജ്യം വരണമേ, പരിശുദ്ധൻ പരിശുദ്ധൻ പരിശുദ്ധൻ. ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ മഹത്വത്താൽ ഭൂമിയിൽ നിറഞ്ഞിരിക്കുന്നു. മലാമാരും മനുഷ്യരും അങ്ങ് പരിശുദ്ധൻ 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 എന്ന് ഘോഷിക്കുന്നു. സർവ്വസ്നായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ, അങ്ങയുടെ രാജ്യം വരണമേ, അങ്ങയുടെ തിരുമനസ്സേ പോലെ ഭൂമിയിലും അറിയണമേ. ഞങ്ങളുടെ ആവശ്യമായ ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടകളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ ഉൾപ്പെടുത്തരുത്, ദുഷ്ടാരൂപിയിൽ ഞങ്ങളെ രക്ഷിക്കണമേ. രാജ്യവും ശക്തിയും അങ്ങയുടേതാകുന്നു. ആമേൻ. പ്രാർത്ഥിക്കാം. സമാധാനത്തോടുകൂടെ കർത്താവേ, ശക്തനായ ദൈവമേ, ഈ വാർത്തയെ അങ്ങയുടെ ആലയമായി സ്വീകരിക്കണമേ. നസ്രത്തിലെ കുടുംബം പോലെ സന്തോഷത്തിലും ദുഃഖത്തിലും സമ്പത്തിലും ദാരിദ്ര്യത്തിലും ആരോഗ്യത്തിലും അനാരോഗ്യത്തിലും അങ്ങയുടെ തിരുമനസ്സ് നിറവേറ്റുവാൻ ഈ കുടുംബാംഗങ്ങളെ സഹായിക്കണമേ. ആത്മീയ ശാരീരികമായ എല്ലാ പാഠങ്ങളിൽ നിന്നും ഞങ്ങളെ കാത്തുകൊള്ളണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായി നീക്കും. കർത്താവേ, നിന്റെ കൂടാരത്തിൽ ആര് വസിക്കും? നിന്റെ വിസ്തകരിയിൽ ആര് വിശ്രമിക്കും? സഹോദരനോടതിമയാത്തവനും മയർക്കാനെതിരായി
പ്രേരണയ്ക്ക് വഴങ്ങാത്തവനും ദൈവത്തെ മാനിക്കുന്നവനും സത്യപ്രതിജ്ഞ ലംഘിക്കാത്തവനും അന്യായ പലിശ വാങ്ങാത്തവനും സന്തോഷിച്ചവരും ഇങ്ങനെ ജീവിക്കുന്നവൻ നീതിമാനാകുന്നു, അവരൊരിക്കലും ഇളകിയില്ല. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ആമേൻ. പിതാവേ, നിന്റെ കൂടാരത്തിൽ ആരോസിക്കും, നിന്റെ വിസ്തൃതിയിൽ ആരും ശ്രമിക്കും. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. കാരുണ്യവാനായ ദൈവമേ, വിവാഹവാഗ്ദാനം പിതാവായ ദൈവമേ, അങ്ങ് മനുഷ്യനെ പുരുഷനും സ്ത്രീയുമായി സൃഷ്ടിച്ചുവല്ലോ. മനുഷ്യനെ അനായിരിക്കുന്നത് നന്നല്ല, അവനെ ഇണയെ ഞാൻ നൽകും എന്നവർ ചെയ്തുകൊണ്ട് അതിന് സഖിയായി കോവായി സൃഷ്ടിച്ചു നൽകുകയും അവരുടെ ദാമ്പത്യ ജീവിതത്തെ അനുസരിക്കുകയും ചെയ്ത ദൈവമേ, ഇന്ന് വിവാഹരാൻ പോകുന്ന ഞങ്ങളുടെ പ്രിയപ്പെട്ട സെബിനെയും പ്രിയായെയും അനുഗ്രഹിക്കണമേ. ഇവർ നിന്ന് ആരംഭിക്കുന്ന വിവാഹ ജീവിതത്തിൽ മരണം വരെ പരസ്പരം സ്നേഹിച്ചതാകും നളനുമായി ജീവിക്കുവാൻ ഇവരെ അനുഗ്രഹിക്കണമേ. കാനായിലെ കല്യാണ വിരുന്നിൽ പങ്കെടുത്ത് ദമ്പതികളെ ആശ്രയിച്ച മിശിഹായെ ഇവരെ അങ്ങേക്ക് ഞങ്ങൾ സമർപ്പിക്കുന്നു. ഞങ്ങളുടെ മേറിയമേ മാറിയ സേപ്പേ, ഇവിടെ സ്വർഗീയ മധ്യസ്ഥരെ ഇവർക്ക് വേണ്ടി മധ്യസ്ഥം വഹിച്ച് പ്രാർത്ഥിക്കണമേ. കർത്താവിലൂടെ സ്ത്രീകൾ അംഗീകരിക്കപ്പെടാമോ? അങ്ങയുടെ അനുഗ്രഹിക്കപ്പെട്ടവനാണ്. കർത്താവിലൂടെ സ്ത്രീകൾ അനുഗ്രഹിക്കപ്പെടാമോ? ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാണ്. കർത്താവിലൂടെ സ്ത്രീകൾ അനുഗ്രഹിക്കപ്പെടാമോ? അങ്ങയുടെ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാണ്. Father, now I will rest in your love for me. I am found in the peace only you can bring. When the darkness surrounds me and I'm fearing the valley, Father, carry me now. Son of God, you're the only Prince of Peace. With a word you can calm this world in need. On the cross you were saving, now the darkness is fading. Jesus Christ, you heal in power. Father, Creator, Jesus the Savior, Spirit sustaining my life. I'm welcome forever, I am your treasure. Lord, I am yours and you are my delight, my delight, my delight, my delight, my delight, my delight is you alone. Spirit, breathe, let your presence guide my life. All my days you have never left my side. I am
sheltered in your presence. When the shadow won't leave, when the battle won't stop, and every breath that you breathe takes all that you've got. When you wonder if you're always gonna feel this way, hear the Lord of heaven say, I will hold you when you're breaking, like a father and a friend, and I will carry you through darkness till we see the sun again. So rest your head and cry your tears, know that I am with you here when you can't live that way. Believe me when I say I will. I know you're feeling overwhelmed before the day even begins, but I can see beyond it now. This is not how your story ends. And when you're at your weakest, oh, I've never been more strong. So let me be the one you're leaning on. I will hold you when you're breaking, like a father and a friend, and I will carry you through the darkness till we see the sun again. So rest your head and cry your tears, know that I am with you here when you can't live that way. Believe me when I say I will. I will. I will dry your eyes, I will calm your fears, I will show you how you're beautiful, beautiful. I will walk with you on the raging sea, and I will never leave. I will hold you when you're breaking, like a father and a friend, and I will carry you through darkness till we see the sun again. So rest your head and cry your tears, know that I am with you here when you can't live that way. Believe me when I say I will. സിഹായിൽ സ്നേഹമുള്ളവരെ, നമുക്കേവർക്കും പ്രിയപ്പെട്ടവരായ സെബനും പ്രിയായി എന്ന പരിശുദ്ധമായ ഈ ദേവാലയത്തിൽ വിശുദ്ധ കുർബാന നടത്തി വിവാഹം എന്ന കൂദാശ സ്വീകരിച്ച് ഒരു പുതിയ ജീവിതത്തിലേക്ക് പ്രവേശിക്കുകയാണ്. ഇന്നത്തെ വിശുദ്ധ കുർബാനയിൽ പങ്കുചേർന്ന ഒരാരംഭിക്കുന്ന കുടുംബജീവിതത്തിന് എല്ലാ ദൈവാനുഗ്രഹങ്ങളും ഉണ്ടാകുവാനായി നമുക്ക് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കാം.
ഞങ്ങൾക്കുള്ള
സ്വർഗീയ വരങ്ങളാൽ ഈ വധൂവരന്മാരെ സന്നദ്ധരാക്കുകയും അങ്ങയുടെ കൽപ്പനകൾ പാലിച്ച മാതൃകാപരമായി ജീവിക്കുന്ന കുടുംബത്തിന് രൂപം നൽകുവാൻ ഇവരെ സഹായിക്കുകയും ചെയ്യണമേ. അങ്ങയുടെ മഹത്വത്തിനും മനുഷ്യകുലത്തിന്റെ നന്മയ്ക്കും വേണ്ടി ഈ കൂദാശയോഗ്യതയോടെ പരികർമ്മം ചെയ്യുവാൻ ഞങ്ങളെ ശക്തരാക്കണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ എന്നേക്കും എന്റെ പുത്രിയെ ശ്രദ്ധിച്ചു കേൾക്കുക. നിന്റെ ജനത്തെയും പിതൃഗൃഹത്തെയും നീ മറന്നു കളയുക. ഞങ്ങളുടെ രക്ഷകന്റെ മണവാട്ടിയായ സഭയെ നീ സന്തോഷിക്കുക. നിത്യനായ ദൈവം തന്റെ സ്നേഹം മൂലം നിന്നെ തന്റെ മണവാട്ടിയായി തെരഞ്ഞെടുത്തു. രാജപുത്രിയുടെ ആരെല്ലാം ആന്തരികമാകുന്നു, അവരുടെ മേലെ നീ പുല്ലുപൊതിഞ്ഞതാകുന്നു. വിലയേറിയ കാഴ്ചകളുമായി രാജാവിനെ അവൾ സന്ദർശിക്കും. തോഴികളായ കന്യകമാർ അവളെ അനുഗമിക്കും. അവർ ഉല്ലാസഭരിതരായി രാജകൊട്ടാരത്തിൽ പ്രവേശിക്കും. എല്ലാ തലമുറകളും നിന്റെ നാമം അനുസ്മരിക്കും. നിന്റെ ഭാര്യ നിന്റെ ഭവനത്തിൽ ഫലസമൃദ്ധമായ മുന്തിരിവള്ളി പോലെയാകും. നിന്റെ മക്കൾ മേശയ്ക്ക് ചുറ്റും സൈത്തമുളകൾ പോലെയുമായിരിക്കും. കർത്താവിനെ ആദരിക്കുന്ന മനുഷ്യൻ ഇപ്രകാരം അനുഗ്രഹീതനാകും. കർത്താവ് ശക്തിയോട് നിന്ന് നിന്നെ അനുഗ്രഹിക്കുമാറാകട്ടെ. ജീവിതകാലം മുഴുവൻ ഓർശ്ലമിന്റെ നന്മ നീ കാണട്ടെ. മക്കളുടെ മക്കളെ കാണാൻ നിനക്കിട വരട്ടെ. പരിശുദ്ധാത്മാവിനും സ്തുതി. ആദ്യം മുതൽ എന്നേക്കും ആമേൻ. ഞങ്ങളുടെ രക്ഷകന്റെ മണവാട്ടിയായ സഭയെ നീ സന്തോഷിക്കുക. നിത്യനായ ദൈവം തന്റെ സ്നേഹം മൂലം നിന്നെ തന്റെ മണവാട്ടിയായി തെരഞ്ഞെടുത്തു. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, അങ്ങയുടെ സ്നേഹത്തിലെ പരിമളങ്ങളിൽ വീശുകയും അങ്ങയുടെ സത്യത്തിലെ ഞാൻ ഞങ്ങളുടെ ആത്മാക്കളെ പ്രകാശിപ്പിക്കുകയും ചെയ്യും. സ്വർഗത്തിൽ പ്രത്യക്ഷനായ തിരുക്കുമാരനെ സ്വീകരിക്കുവാൻ ഞങ്ങൾക്കിടയാകട്ടെ. സകല സൗഭാഗ്യങ്ങളും നന്മകളും നിറഞ്ഞ ഒളിച്ചോട് നിൽക്കുന്ന സഭയിൽ ദരിദ്രമകെ സ്വീകരിക്കുവാനും ആത്മപ്പെടുവാനും ഞങ്ങൾ യോഗ്യരാകട്ടെ. എന്തുകൊണ്ട് ഞങ്ങളുടെ രാജ്യത്തെയും സൃഷ്ടാവാകുന്നു, സകലത്തിന്റെയും നാഥായ ഞാൻ ലോകത്തിന്റെ പ്രകാശമാകുന്നു. എന്നെ അനുഗമിക്കുന്നവൻ അന്ധകാരത്തിൽ നടക്കുകയില്ല എന്നൊരു ചിന്തിക്കുക. നമുക്ക് മാർഗദീപമായിരിക്കട്ടെ.
ശബ്ദമുയർത്തി പാടിടുവിൻ, സർവ്വരുമൊന്നായി പാടിടുവിൻ. എന്നെന്നും ജീവിക്കും സർവീശ്വരനെ വാഴ്ത്തിടുവിൻ. വിശുദ്ധരിൽ സംപ്രീതനായ വസിക്കുന്ന പരിശുദ്ധനും സുന്ദർഹനും ബലവാനമർത്തനുമായ കർത്താവേ, അങ്ങയുടെ സ്വഭാവത്തിനൊത്ത വിധം എപ്പോഴും ഞങ്ങളെ കടാക്ഷിക്കുകയും അനുഗ്രഹിക്കുകയും ഞങ്ങളോട് കരുണ കാണിക്കുകയും ചെയ്യണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ എന്നേക്കും ആമേൻ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, ഞങ്ങളുടെ ജീവദായകവും ദൈവികമായ കൽപ്പനകളുടെ മധുരസ്വരം ശ്രമിക്കുന്നതിനും ഗ്രഹിക്കുന്നതിനും ഞങ്ങളുടെ ബുദ്ധിയെ പ്രകാശിപ്പിക്കണമേ. അതുവഴി ആത്മശരീരങ്ങൾക്ക് ഉപകരിക്കുന്ന സ്നേഹവും ശരണവും രക്ഷയെ ഞങ്ങളെ ഫലമണിയുന്നത് നിരന്തരം ഞങ്ങൾ അങ്ങേ സ്മരിക്കുന്ന ഞങ്ങളുടെ കാലഗ്രഹത്താലും അനുഗ്രഹത്താലും ഞങ്ങളെ സഹായിക്കണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ എന്നേക്കും ആമേൻ. സഹോദരേ, നിങ്ങൾ എഴുന്ന ശ്രദ്ധയോടെ ശ്രമിക്കുവിൻ. വിശുദ്ധ പത്രോസ്ലീഹായുടെ ഒന്നാം ലേഖനത്തിലുള്ള വായന. ഭാര്യമാരെ, നിങ്ങൾ ഭർത്താക്കന്മാർക്ക് വിധേയരായിരിക്കുവിൻ. വചനം അനുസരിക്കാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരെ വാക്കുകൊണ്ടല്ല പെരുമാറ്റം കൊണ്ട് നേടാൻ ഭാര്യമാർക്ക് കഴിയും. അത് അവർ നിങ്ങളുടെ ആദരപൂർവകവും നിഷ്കളങ്കവുമായ പെരുമാറ്റം കാണുന്നത് മൂലമാണ്. ബാഹ്യമോടികളായ പിന്നിയും മുടിയോ അണിയുന്ന സ്വർണ്ണാഭരണമോ ധരിക്കുന്ന വിശേഷ വസ്ത്രങ്ങളോ അല്ല നിങ്ങളുടെ അലങ്കാരം. പിന്നെയോ ദൈവസന്നിധിയിൽ അമൂല്യമായ സൗമ്യവും ശാന്തവുമായ ആത്മാവാകുന്ന അനശ്വര കഴിഞ്ഞ ആന്തരിക വ്യക്തിത്വമാണ്. ദൈവത്തിൽ പ്രത്യാശിച്ചിരുന്ന വിശുദ്ധ സ്ത്രീകൾ മുമ്പ് ഇപ്രകാരം തങ്ങളെ തന്നെ അലങ്കരിക്കുകയും തങ്ങളുടെ ഭർത്താക്കന്മാർക്ക് വിധേയരായിരിക്കുകയും ചെയ്തിട്ടുണ്ട്. അബ്രാഹത്തെ നാമായം വിളിച്ചുകൊണ്ട് സാറ അനുസരിച്ചിരുന്നല്ലോ. നന്മ ചെയ്താൽ നിങ്ങൾ അവരുടെ മക്കളാകും. ഒരു ഭീഷണിയും കാര്യമാക്കേണ്ടതില്ല. ഇങ്ങനെ ഭർത്താക്കന്മാരെ, നിങ്ങൾ വിവേകത്തോടെ അവരോടൊത്ത് ജീവിക്കുവിൻ. സ്ത്രീ വിലകിന്റെ ഭാഗമാണെങ്കിലും ജീവനായകമായ കൃപയ്ക്ക് തുല്യ അവകാശം എന്ന നിലയിൽ അവളോട് ബഹുമാനം കാണിക്കുവിൻ. ഇത് നിങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് തടസ്സമുണ്ടാകാതിരിക്കാൻ വേണ്ടിയാണ്. നമ്മുടെ കർത്താവായ മിശിഹായുടെ സ്തുതി. ഹല്ലേലൂയ പാടിടുന്നേ, ഹല്ലേലൂയ ഹല്ലേലൂയ. നല്ലൊരാശയമെന്മനാരിൽ വന്നതിനഞ്ഞുകൊടുത്തിരുന്നു. ഹല്ലേലൂയ പാടിടുന്നേ, ഹല്ലേലൂയ ഹല്ലേലൂയ. രാജാവിൻ തിരുമുൻപിൽ കീർത്തനമധുവായി ഞാനതൊഴുക്കിയിടട്ടെ. ഏകമനുഗ്രഹപൂരിതനാം കവി തൻപൂരിത പോലെന്നാവിപ്പോ. ഹല്ലേലൂയ പാടിടുന്നേ, ഹല്ലേലൂയ ഹല്ലേലൂയ. താതനും അതുപോൽ സുതനും പരിശുദ്ധാത്മാവും
സുവിശേഷം. നമ്മുടെ കർത്താവായ മിശിഹായ്ക്ക് സ്തുതി. മൂന്നാം ദിവസം ഗലീലയിലെ കാനായിൽ വിവാഹ വിരുന്ന് നടന്നു. ഈശോയുടെ അമ്മ അവിടെ ഉണ്ടായിരുന്നു. ഈശോയും ശിഷ്യന്മാരും വിവാഹ വിരുന്നിന് ക്ഷണിക്കപ്പെട്ടിരുന്നു. അവിടെ വീഞ്ഞ് തീർന്നു പോയപ്പോൾ ഈശോയുടെ അമ്മ അവനോട് പറഞ്ഞു, അവർക്ക് വീഞ്ഞില്ല. ഈശോ അവളോട് പറഞ്ഞു, സ്ത്രീയെ, എനിക്കും നിനക്കുമെന്ത്? എന്റെ സമയം ഇനിയും ആയിട്ടില്ല. അവന്റെ അമ്മ പരിചാരകരോട് പറഞ്ഞു, അവൻ നിങ്ങളോട് പറയുന്നതെന്തായാലും അത് ചെയ്യുവൻ. യഹൂദരുടെ ശുദ്ധീകരണ കർമ്മത്തിനുള്ള വെള്ളം നിറയ്ക്കുന്ന 6 കൽഭരണികൾ അവിടെ ഉണ്ടായിരുന്നു. ഓരോന്നിലും 2 3 അളവ് കൊള്ളുമായിരുന്നു. ഭരണികളിൽ വെള്ളം നിറയ്ക്കുവിൻ എന്ന് ഈശോ അവരോട് കൽപ്പിച്ചു. അവർ അവയെല്ലാം പക്കോളം നിറച്ചു. ഇനി പകർന്ന് കലവറക്കാരന്റെ അടുത്ത് കൊണ്ടുചെല്ലുവിൻ എന്ന് അവൻ പറഞ്ഞു. അവർ അപ്രകാരം ചെയ്തു. വീഞ്ഞായി മാറിയ ആ വെള്ളം കലവറക്കാരൻ രുചിച്ചു നോക്കി. അത് എവിടെ നിന്നാണെന്ന് അവൻ അറിഞ്ഞില്ല. എന്നാൽ വെള്ളം കോരിയ പരിചാരകർ അറിഞ്ഞിരുന്നു. കലവറക്കാരൻ മണവാളനെ വിളിച്ചു. അവൻ പറഞ്ഞു, എല്ലാവരും മേൽത്തരം വീഞ്ഞ് ആദ്യം വിളമ്പുന്നു. അതിഥികൾക്ക് ലഹരി പിടിച്ചു കഴിയുമ്പോൾ താഴ്ന്നു തരവും. എന്നാൽ നീ നല്ല വീഞ്ഞ് ഇതുവരെയും സൂക്ഷിച്ചു വെച്ചുവല്ലോ. ഈശോ തന്റെ മഹത്വം വെളിപ്പെടുത്തുന്നതിന് പ്രവർത്തിച്ച അടയാളങ്ങളുടെ ആരംഭമാണ് ഗലീലയിലെ കാനായിൽ ചെയ്തത്. അവന്റെ ശിഷ്യന്മാർ അവനിൽ വിശ്വസിച്ചു. നമ്മുടെ കർത്താവായ മിശിഹായ്ക്ക് സ്തുതി. ഈശോയിൽ ഏറ്റവും പ്രിയപ്പെട്ട മാതാപിതാക്കന്മാരെ, സഹോദരി സഹോദരങ്ങളെ, പ്രിയ കുഞ്ഞുമക്കളെ, ഇന്നത്തെ ദിവസത്തിൻ്റെ അനുഗ്രഹങ്ങളായിരിക്കുന്ന പ്രിയപ്പെട്ട സെബിൻ, റിയ, ഈ പരിശുദ്ധമായ ഇടവക ദേവാലയത്തിൽ വിവിധ സ്ഥലങ്ങളിലുള്ള നമ്മൾ ഇവിടെ ഒരുമിച്ച് കൂടിയിരിക്കുന്നതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാരണം സെബിൻ്റെയും റിയായുടെയും വിവാഹം എന്ന ഉദാശയിലൂടെ കുടുംബജീവിതത്തിലേക്ക് പ്രവേശിക്കുന്ന ആ വലിയ നിമിഷങ്ങളിൽ പങ്കാളികളാകുവാനും അനുഭവസ്ഥരായ നമുക്ക് കുറേ കാര്യങ്ങൾ ഇവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാനും വേണ്ടിയാണ് നമ്മളിവിടെ ഒരുമിച്ച് കൂടിയിരിക്കുന്നത്. എല്ലാവരുടെയും മുഖത്ത് ഒരു വലിയ സന്തോഷം ഞാൻ കാണുന്നു. പരിശുദ്ധ കർത്താവിൻ്റെ ദിവസമായി ഞായറാഴ്ച ദിവസം ഈ വിശുദ്ധ ദേവാലയത്തിൽ നമ്മൾ സന്തോഷത്തോടെ അടഞ്ഞിരിക്കുമ്പോൾ തന്നെ നമുക്കും ആശംസിക്കാം, നമ്മുടെ പ്രിയപ്പെട്ട സെബിനും റിയായിക്കും ദൈവാനുഗ്രഹമുള്ള നല്ല ഒരു വിവാഹ ജീവിതത്തിലൂടെയുള്ള കുടുംബജീവിതം ദൈവം നൽകട്ടെ. എല്ലാവിധ ആശംസകളും നേരുന്നു. ഈ സമയം ഇവരുടെ പ്രിയപ്പെട്ട മാതാപിതാക്കളെയും അവരുടെ സഹോദരങ്ങളെയും പ്രത്യേകം ഓർമ്മിക്കുകയാണ്. കാരണം ഇവരെ ഒരുക്കിയതിൻ്റെ പിന്നിൽ നിങ്ങളുടെ കഷ്ടപ്പാടുകളുണ്ട്, പ്രാർത്ഥനകളുണ്ട്, സ്വപ്നങ്ങളുണ്ട്. ഒരു മകനെയും മകളെയും വിവാഹമെന്ന കൂദാശി ദേവാലയത്തിൽ വെച്ച് വിവാഹമെന്ന കൂദാശിയിലേക്ക് ഒരുക്കിക്കൊണ്ടിരിക എന്ന് പറയുന്നത് ഒരുപക്ഷെ ഇന്ന് ചന്ദ്രനിൽ പോകുന്നതിനേക്കാൾ ബുദ്ധിമുട്ട് പിടിച്ച ഒരു ഭാഗമാണ്. കാരണം വിശ്വാസത്തിൽ വളർത്തിക്കൊണ്ട് വരിക എന്ന് പറയുന്നത് അതിൻ്റെ പിന്നിൽ വിശ്വാസം സ്വീകരിക്കുന്ന ഏവർക്കും ത്യാഗമുണ്ട്. അങ്ങനെ ഈ മുമ്പിലിരിക്കുന്ന പ്രിയപ്പെട്ട മാതാപിതാക്കന്മാരെയും സഹോദരി സഹോദരങ്ങളെയും പ്രത്യേകം സഭയുടെ പേരിലുള്ള അഭിനന്ദനങ്ങൾ അറിയിക്കുകയാണ്. നിങ്ങളുടെ കഷ്ടപ്പാടുകൾക്ക് ദൈവം അനുഗ്രഹം നൽകുന്നു എന്നതിന് വ്യക്തമായ തെളിവാണല്ലോ ഇവർ രണ്ടുപേരും ഇവിടെ ഈ ദേവാലയത്തിൽ തമ്പുരാന്റെ വലിയ കൂദാശയ്ക്കായി ഒരുങ്ങിക്കൊണ്ടിരിക്കുന്നു. അതോടൊപ്പം തന്നെ ഇന്നൊരു വലിയ അത്ഭുതം നടക്കുകയാണ്. നിങ്ങൾ രണ്ടുപേരും വന്നത് 2 വാഹനത്തിലല്ലേ? വാഹനം ഏതാണെന്നൊക്കെ ചോദിച്ചാൽ ചിലപ്പോൾ മറന്നുപോയിട്ടുണ്ട്. ഏതായാലും 2 വാഹനത്തിലേക്ക് വന്നത്. ഒത്തുകല്യാണത്തിന് പോയത് 2 വാഹനത്തിലല്ലേ? അതെ. എന്നാൽ ഇനി ഇവിടെ നിന്ന് ഇവർ പുറത്തേക്ക് ഇറങ്ങുമ്പോൾ ഇനി അവർ 1 വാഹനത്തിലായി. 2 ഇതുവരെ ജീവിതം തുടർന്നുകൊണ്ടിരുന്ന 2 സ്ഥലങ്ങളിൽ ജീവിച്ച 2 വ്യക്തികൾ ഇന്ന് ദൈവത്തിന്റെ വിവാഹമെന്ന കൂദാശയിലൂടെ ഒന്നാവുക. ഏറ്റവും വലിയ അത്ഭുതം എന്ന് പറയുന്നത് ഇത് തന്നെയാണ്. ഇതാ 2 ദേവാലയത്തിലേക്ക് കയറി വന്നു.
2 സ്ഥലങ്ങളിൽ നിന്നും എന്നിട്ടില്ല ഇവര് വിവാഹമെന്ന ഉദാസിക്ക് ശേഷം ഒന്നായി ഒരു കുടുംബമായി ഒരു കുടക്കീഴിൽ ഒരു റൂമിൽ ഒരേ ഇടങ്ങളിലേക്ക് ഇനി ഇവരുടെ ജീവിതത്തിൽ യാത്ര തുടരുകയാണ്. ആ വലിയ അത്ഭുതം ജീവിതത്തിൽ വലിയ ദൈവാനുഗ്രഹമാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇന്ന് വിശുദ്ധ ഗ്രന്ഥ വായനയുടെ സമയത്ത് നമ്മൾ വായിച്ചത് പലവട്ടം കേട്ടിട്ടുള്ള ഒരു അത്ഭുതമാണ് കാനായിലെ കല്യാണം. ഞാൻ ചിന്തിക്കാറുണ്ട്, എന്തുകൊണ്ടാവാം ഈ വിവാഹ ദിനത്തിന്റെ കുർബാനയ്ക്ക് മധ്യേ ഈ പറയുന്ന വചനഭാഗം വായിക്കുന്നത്? അതിന്റെ പിന്നിൽ കുടുംബജീവിതവും വിവാഹ ജീവിതവും ഈ അത്ഭുതവും തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടോ എന്ന് ചിന്തിക്കാറുണ്ട്. അങ്ങനെ ചിന്തിച്ചപ്പോൾ എനിക്ക് മനസ്സിലായ ഒരു കാര്യമുണ്ട്. പ്രിയപ്പെട്ടവരെ, വിവാഹ ജീവിതവും ഈ പറയുന്ന അത്ഭുതവുമായിട്ട്, വെള്ളം വീഞ്ഞാക്കി മാറ്റപ്പെടുന്ന അത്ഭുതവുമായിട്ട് വലിയൊരു ബന്ധമുണ്ട്. ബന്ധം ഇപ്രകാരം വളരെ ചുരുങ്ങിയ വാക്കുകളിൽ ഞാനത് പറഞ്ഞ് അവസാനിപ്പിക്കുകയാണ്. അതിനൊരു ആത്മീയതയുണ്ട്. ആത്മീയത എന്താണെന്ന് ഓർമ്മപ്പെടുത്താൻ വേണ്ടി ഒന്ന് ആഗ്രഹിക്കുകയാണ്. ഈശോ വെള്ളം കോരുമ്പോൾ അതിന്റെ പിന്നിൽ പരിചാരകരുടെ പ്രത്യേകമായ പരിശ്രമം ഉണ്ടായിരുന്നു. ഒരു കുടുംബജീവിതം വിജയമാകണമെങ്കിൽ, ഒരു ജീവിതക്രമം അനുഗ്രഹമാകണമെങ്കിൽ അതിന്റെ പിന്നിൽ നമ്മുടെയും പരിശ്രമം ഉണ്ടാകണം, മറ്റു പലരുടെയും പരിശ്രമം ഉണ്ടാകണം. പരിശ്രമങ്ങൾ ഉള്ളിടത്ത് മാത്രമേ ദൈവം അത്ഭുതം പ്രവർത്തിക്കുകയുള്ളൂ. നമ്മുടെയൊക്കെ കുടുംബജീവിതങ്ങളിൽ അത്ഭുതങ്ങൾ ഉണ്ടാകണമെങ്കിൽ കുടുംബനാഥയും കുടുംബത്തിലുള്ളവരും ചേർന്ന് പരിശ്രമിക്കണം. വിശുദ്ധ കുർബാനയിൽ എത്തിച്ചേർന്ന് പരിശ്രമിക്കണം. കുടുംബ പ്രാർത്ഥനയിലൂടെ പരിശ്രമിക്കണം. ദേവാലയത്തോട് ചേർന്ന് നിന്ന് പരിശ്രമിക്കണം. മറ്റു ഭൗതിക പരിശ്രമങ്ങളൊക്കെ ഉണ്ട്. ആ പരിശ്രമങ്ങൾ ഉണ്ടെങ്കിൽ മാത്രമേ ഒരു കുടുംബത്തിൽ ദൈവം അത്ഭുതം ചെയ്യുകയുള്ളൂ. അതുകൊണ്ട് ആ പരിചാരകരുടെ പരിശ്രമത്തോടുകൂടി കാനായിലെ കുടുംബത്തിൽ തമ്പുരാൻ അത്ഭുതം ചെയ്തു, വെള്ളത്തെ വീഞ്ഞാക്കി. ഈ വെള്ളവും വീഞ്ഞും തമ്മിൽ ചില പ്രത്യേകതകളുണ്ട്. ഒന്ന് ശ്രദ്ധിച്ചാൽ മനസ്സിലാകും. വെള്ളത്തിന്റെ പ്രത്യേകത ഭാരം കൂടുതലുള്ള വസ്തുവാണ് വെള്ളം. വീഞ്ഞ് ഭാരം കുറവുള്ള വസ്തുവാണ്. എന്ന് പറഞ്ഞാൽ വെള്ളത്തിൽ നിന്നും ആ വെള്ളത്തെ മാറ്റി വീഞ്ഞാക്കി തമ്പുരാൻ മാറ്റി. ഇന്ന് ഇവരുടെ ജീവിതത്തെയും ഇവർ രണ്ടുപേരും കൂടി ഇനി ഒരുമിച്ച് ഇവരുടെ ജീവിതത്തില് പല മേഖലകളെ ഭാരമില്ലാതാക്കാൻ വേണ്ടി പോവുകയാണ്. കുടുംബത്തിന്റെ വിവിധ തലങ്ങളിൽ അത് ഇവരുടെ ഉത്തരവാദിത്തം ഏറ്റെടുത്ത് കുടുംബത്തിൽ മാതാപിതാക്കളുടെ ഭാരം കുറയ്ക്കാൻ പോവുകയാണ്. ഇവരുടെ ജീവിതക്രമങ്ങളുടെ ഭാരം കുറയ്ക്കാൻ പോവുകയാണ്. ഇത്ര നാൾ സെവിൻ തന്നെ ചുമന്നുകൊണ്ട് നടന്ന ഒരു ഭാരം, അല്ലെങ്കിൽ റിയ ചുമന്നുകൊണ്ട് നടന്നൊരു ഭാരം, ഇനി ഇവർ രണ്ടുപേരും ഒരുമിച്ച് ചുമന്ന് ആ ഭാരത്തെ ലഘൂകരിക്കാൻ വേണ്ടി പോവുകയാണ്. അതുകൊണ്ടാണ് വെള്ളത്തിന് ഭാരം കൂടുതലാണ്, വീഞ്ഞിന് ഭാരം കുറവാണ്. അതുകൊണ്ട് നിങ്ങളുടെ ജീവിതത്തിലൂടെ വീഞ്ഞിന്റെ ആ ഭാരം കുറവ് നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാവട്ടെ എന്ന് ഈ അത്ഭുതത്തിലൂടെ തമ്പുരാൻ ഓർമ്മപ്പെടുത്തുകയാണ്. രണ്ടാമത്തെ കാര്യം, വെള്ളത്തിന് നിറമില്ല, സുഗന്ധമില്ല, രുചിയില്ല. എന്നാൽ വീഞ്ഞിന് സുഗന്ധമുണ്ട്, രുചിയുണ്ട്, നിറമുണ്ട്. ഇനി നിങ്ങൾ രണ്ടുകൂടെ ചേർന്ന് നിങ്ങളുടെ ജീവിതത്തിന് അവിടെ ഒരു സുഗന്ധമുണ്ടാകട്ടെ, ഒരു രുചി ഉണ്ടാകട്ടെ, ഒരു നിറമുണ്ടാകട്ടെ. അങ്ങനെ നിങ്ങളുടെ ജീവിതം ആ വെള്ളത്തിൽ നിന്നും വീഞ്ഞിലേക്ക് മാറ്റപ്പെട്ട ആ വെള്ളത്തെ വീഞ്ഞിലേക്ക് മാറ്റപ്പെടുത്തിക്കൊണ്ട് തമ്പുരാൻ ചെയ്ത അതേ അനുഗ്രഹം നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. മൂന്നാമതായിട്ടുള്ള കാര്യം ഇപ്രകാരമാണ്. വെള്ളം ഒരു മുറിവിൽ വീണാൽ ആ മുറിവ് കൂടുതൽ വഷളാകും, അതിനെ കൂടുതൽ പ്രതിസന്ധിയിലേക്ക് നയിക്കും. എന്നാൽ ഒരു മുറിവിൽ വീഞ്ഞെന്ന് പുരട്ടിയാലോ വീഞ്ഞെന്ന് ചേർത്താലോ ആ മുറിവ് സൗഖ്യപ്പെടും. അതുകൊണ്ട് പ്രിയപ്പെട്ട റിയ, സെബിൻ, നിങ്ങൾ ഒരുമിച്ചുള്ള ജീവിതത്തിൽ നിങ്ങൾ പരസ്പരം വീഞ്ഞാവണം. എന്ന് പറഞ്ഞാൽ മുറിവ് ഉണ്ടാക്കുന്നവരല്ല, മുറിവ് പരിഹരിക്കുന്നവരാകണം. അതുകൊണ്ട് തമ്പുരാനി ഈ പറയുന്ന അത്ഭുതം, ഒരു കല്യാണ ദിവസം അവിടുത്തെ കുടുംബത്തിന്റെ വീഞ്ഞു തീർന്നു എന്ന് പറഞ്ഞാൽ ചില നിറങ്ങൾ തീർന്നുപോയി എന്ന, ചില സുഗന്ധങ്ങൾ അവസാനിച്ചെന്ന, ചില ഭാരങ്ങൾ കൂടിയെന്ന. അപ്പൊ അതിനെ പരിഹരിച്ചുകൊണ്ട് തമ്പുരാൻ വെള്ളത്തെ വീഞ്ഞാക്കി മാറ്റി. അതുപോലെ നിങ്ങളുടെ ജീവിതവും അനുഗ്രഹപ്രദമാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവം കാനായി ചെയ്ത അത്ഭുതം നിങ്ങളിലൂടെ ദൈവം അത് കൂടുതൽ നിറമുള്ള മറ്റത്ഭുതങ്ങളാൽ അതോടൊപ്പം വീഞ്ഞിന്റെ അത്ഭുതമാക്കി മാറ്റട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് 3 കാര്യം കൂടി 3 സെന്റൻസിൽ ഓർമ്മപ്പെടുത്തി അവസാനിപ്പിക്കുകയാണ്. വിവാഹ ജീവിതം വിജയിക്കാൻ കോൺഫിഡൻസ് മാത്രം പോരാ. കോൺഫിഡൻസ് കൊണ്ട് ഒരുപക്ഷെ നമുക്ക് മലകൾ കീഴടക്കാനാകും, ചില ദൗത്യങ്ങൾ ചെയ്തു തീർക്കാനാകും. കോൺഫിഡൻസ് ഉണ്ടെങ്കിൽ
എന്നാൽ ഒരു കുടുംബജീവിതം വിജയിപ്പിക്കണമെങ്കിൽ ദൈവാനുഗ്രഹം കൊണ്ട് മാത്രമേ പറ്റുകയുള്ളൂ. പഠിപ്പുണ്ട്, വിദ്യാഭ്യാസമുണ്ട് എന്ന് പോരാ, അവിടെ ദൈവം ഉണ്ടാകണം. ദൈവം ഉള്ളിടത്ത് ഭവനമുണ്ടാകും, ദൈവമില്ലാത്തടത്ത് വീടുകളും ഏതാനും പേരുമുണ്ടാകും. ദൈവമുള്ളിടത്ത് ഭവനവും അവിടെ ദൈവിക നന്മയുള്ളവരുമുണ്ടാകും. അതുകൊണ്ട് പ്രിയപ്പെട്ട പ്രിയ, നിങ്ങളെ ഓർമ്മപ്പെടുത്തട്ടെ, ദൈവാനുഗ്രഹത്തിന്റെ നിറവിൽ നിന്നുകൊണ്ട് ഈ ജീവിതത്തിലേക്ക് പോകുമ്പോൾ, ഇനി ദൈവത്തെ കൂട്ടുപിടിച്ച് ജീവിതം ദൈവിക ക്രമമായി അനുഗ്രഹമായി പോകുമ്പോൾ 3 സഹവാസങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. ഒന്ന്, ആത്മീയ സഹവാസം. അതില്ലാതെ ബാക്കി 2 കാര്യങ്ങൾ വിജയിക്കത്തില്ല. ബാക്കി 2 കാര്യങ്ങൾ, ഒന്ന് മാനസിക സഹവാസം, മറ്റൊന്ന് ശാരീരിക സഹവാസം. ശാരീരിക സഹവാസവും മാനസിക സഹവാസവും ഒരുപക്ഷെ നമ്മൾക്ക് സാധാരണക്കാരായി വന്നുകൊള്ളുമായിരിക്കാം. എന്നാൽ ആത്മീയ സഹവാസം തീരുമ്പോഴേ വിവാഹമെന്ന ഉദാശയിലൂടെ ദൈവം വിഭാവനം ചെയ്ത കുടുംബജീവിതം നിങ്ങളിലൂടെ പൂർത്തീകരിക്കപ്പെടുകയുള്ളൂ. ഇവിടെ ആയിരിക്കുന്ന ഓരോരുത്തരുടെയും കുടുംബജീവിതങ്ങളിലൂടെ പൂർത്തീകരിക്കപ്പെടുകയുള്ളൂ. അതുകൊണ്ട് ഇനി നിങ്ങളുടെ കുടുംബത്തിൽ നിന്നും ഒരു വാർത്തയുണ്ടാകട്ടെ. മാർക്കോസിന്റെ സുവിശേഷം 2:1, യേശു വീട്ടിലുണ്ടെന്നുള്ള വാർത്ത പ്രചരിച്ചു. യേശു വീട്ടിലുണ്ടെന്നുള്ള വാർത്ത പ്രചരിച്ചു. നിങ്ങളിലൂടെ, നിങ്ങളുടെ ജീവിതത്തിലൂടെ ഇനി ഞങ്ങൾക്ക് കേൾക്കേണ്ടതെന്ന് അത് തന്നെയാണ്. യേശു സെബിന്റെയും പ്രിയയുടെയും ഇന്ന് ആരംഭിച്ച കുടുംബജീവിതത്തിൽ എന്നുമുണ്ടെന്ന് ഞങ്ങൾക്ക് കേൾക്കാനുള്ള അടയാളങ്ങൾ ഉണ്ടാകട്ടെ, അനുഗ്രഹങ്ങൾ ഉണ്ടാകട്ടെ, നിറവുകൾ ഉണ്ടാകട്ടെ. നിങ്ങൾ ആരംഭിച്ചത് ദേവാലയത്തിൽ നിന്ന് എത്ര ദൂരത്ത് നിങ്ങൾ ജോലികളിലേക്ക് പോയാലും ഈ ഇടവക ദേവാലയം മറന്നേക്കരുത്. അവധിക്ക് വരുമ്പോൾ വീട്ടിൽ വന്നതിന് ശേഷം ഏറ്റവും ആദ്യം വരേണ്ട ഇടം ഈ ഇടവക ദേവാലയത്തിൽ. അന്ന് വൈദികരായിട്ട് ആരുടെയുണ്ടോ അവരെ കണ്ട് ബ്ലെസ്സിങ് മേടിക്കാനുള്ള ഒരു ആത്മീയ നിറവ് നിങ്ങൾക്കുണ്ടാകണമേ എന്ന് ഓർമ്മപ്പെടുത്തിക്കൊണ്ട് ഇവരുടെ കുടുംബജീവിതത്തിന് വേണ്ടി നമുക്ക് എല്ലാവർക്കും പ്രാർത്ഥിക്കാം. എല്ലാ ദൈവാനുഗ്രഹവും ഉണ്ടാകട്ടെ. ദൈവാനുഗ്രഹം നിങ്ങളുടെ ജീവിതത്തിൽ, നിങ്ങളുടെ സങ്കടങ്ങളിൽ, നിങ്ങളുടെ സന്തോഷങ്ങളിൽ, നിങ്ങളുടെ പ്രതിസന്ധികളിൽ, മത്തായുടെയും മറിയത്തിന്റെയും കുടുംബത്തിൽ സാധാരണയിലൊക്കെ ഉണ്ടായിരുന്നതുപോലെ നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാവരും ദൈവാനുഗ്രഹം നിങ്ങൾക്കുണ്ടാകട്ടെ. ഞങ്ങളുടെ പ്രാർത്ഥനയും മധ്യസ്ഥന്റെ പ്രാർത്ഥനയും ഒക്കെ എപ്പോഴും ഉണ്ടാകും. എല്ലാ ദൈവാനുഗ്രഹവും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവം വെള്ളത്തിൽ നിന്നും വീഞ്ഞാക്കി മാറ്റി വലിയ അത്ഭുതം ചെയ്തതുപോലെ അനേകം അത്ഭുതം സ്വീകരിക്കാൻ ദൈവം നിങ്ങളെ സജ്ജരാക്കട്ടെ. ആമേൻ. നമുക്കെല്ലാവർക്കും നന്ദി ഓരോരുത്തരെയും പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സമർപ്പിക്കാം. ദൈവമായ കർത്താവേ, അങ്ങേക്ക് ഞങ്ങൾ സമർപ്പിക്കുന്നു. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, ഈ വധൂവരന്മാർ സന്തോഷത്തോടും പ്രതീക്ഷയോടും കൂടെ ആരംഭിക്കുന്ന കുടുംബജീവിതം വിജയകരമായി നയിക്കുവാനിവരെ അനുഗ്രഹിക്കണമേ. അങ്ങയുടെ ശാന്തിയും സമാധാനവും ഇവരിൽ നിറയ്ക്കുകയും അങ്ങയുടെ ദാസർഗമാക്കാനും ചെയ്തിരിക്കുന്ന നിത്യകിരീടം നേടുവാനിവരെ അർഹരാക്കുകയും ചെയ്യണമേ. അങ്ങയുടെ സ്നേഹത്തിൽ അവരെ വളർത്തിയ മാതാപിതാക്കളെയും കുടുംബാംഗങ്ങളെയും ഈ തിരുക്കർമ്മത്തിൽ പങ്കെടുക്കുന്ന ഞങ്ങളേവരെയും അനുഗ്രഹിക്കണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ എന്നേക്കും ആമേൻ. പ്രിയ സഹോദരരെ, ഈ യുവതിവരന്മാർ വിവാഹമെന്ന കൂദാശയിൽ ബന്ധിക്കപ്പെടാൻ പോകുന്നു. ഈ കൂദാശ യോഗ്യതയോടുകൂടി പരികർമ്മം ചെയ്യുന്നതിന് പുരോഹിതൻ തനിക്കൊണ്ട് തന്നെ പ്രാർത്ഥിക്കാൻ തുടങ്ങുന്നു. നമുക്കെല്ലാവർക്കും ഭക്തിയോടും ശ്രദ്ധയോടും കൂടെ മൗനമായി പ്രാർത്ഥിക്കാം. ആദിയിൽ പുരുഷന് ജീവൻ സഹിയെ നൽകിയ ദൈവമേ, അങ്ങയുടെ അനന്തപരിപാലനയെ ഞങ്ങൾ വാഴ്ത്തുന്നു. ഭാര്യ ഭർത്താക്കന്മാരാകുവാൻ ആഗ്രഹിക്കുന്നവരെ
സ്നേഹത്തിൽ ബന്ധിപ്പിക്കുന്ന ഈ കൂദാശ യോഗ്യതയോടെ പരികർമ്മം ചെയ്യുവാൻ അങ്ങയുടെ ദാസനെ ശക്തനാക്കണമേ. അങ്ങയുടെ കൃപാവനം സമൃദ്ധമായി എന്നിൽ ചൊരിയണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ എന്നേക്കും. ആത്മവിശുദ്ധി പകർന്നീരാ നിന്നിൽ തൻകൃപവർഷിക്കും. നിൻ പ്രിയസുതരെ വളർത്താനായി ഹൃദയാനന്ദം നൽകുവവൻ. ആരാധിക്കാം സോദരനെ നവദമ്പതിമാരൊപ്പം ഉച്ചസ്വരത്തിൽ വന്നീരാ വിശിഖാമാനരും സ്തുതിഗീതം. രണ്ട് സാക്ഷികൾ സെബാസ്റ്റ്യൻ മിശിഹായുടെ നിയമവും തിരുസഭയുടെ നടപടിയും അനുസരിച്ച് സ്വതന്ത്രമായ മനസ്സോടും പൂർണ്ണമായ സമ്മതത്തോടും കൂടെ ആഗ്നസിനെ എൻ്റെ ഭാര്യയായി സ്വീകരിക്കുന്നു. ആഗ്നസ് മിശിഹായുടെ നിയമവും തിരുസഭയുടെ നടപടിയും അനുസരിച്ച് സ്വതന്ത്രമായ മനസ്സോടും പൂർണ്ണമായ സമ്മതത്തോടും കൂടി സെബാസ്റ്റ്യനെ എൻ്റെ ഭർത്താവായി സ്വീകരിക്കുന്നു. നിങ്ങൾ ഈ വിവാഹ ഉടമ്പടിക്ക് സാക്ഷികളാണ്. നിങ്ങൾ തമ്മിലുള്ള ഈ ഉടമ്പടിയുടെ അടയാളമായി പരസ്പരം വലത്ത് കിടന്ന് ചേർത്ത് പിടിക്കും. അബ്രാഹത്തിന്റെയും ഇസഹാക്കിന്റെയും യാക്കോബിന്റെയും ദൈവം നിങ്ങളോടുകൂടെ ഉണ്ടായിരിക്കട്ടെ. സ്നേഹത്തോടും മനസ്സിന്റെ ഐക്യത്തോടും കൂടെ കുടുംബജീവിതം നയിക്കുവാൻ നമ്മുടെ കർത്താവ് യേശു മിശിഹാ നിങ്ങളെ വിവാഹത്തിൽ ബന്ധിക്കുമാറാകട്ടെ. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ. കുരിശുമരണം വഴി തിരുസഭയെ വധുവായി സ്വീകരിച്ച കർത്താവേ, വിശ്വാസത്തിലും സ്നേഹത്തിലും വധൂവരന്മാരെ ഒന്നിപ്പിക്കുന്ന ഈ കാര്യതയാകുമ്പം ആശീർവദിക്കണമേ. ഐക്യത്തിന്റെ പ്രതീകമായി താലി അഭേദ്യമായ സ്നേഹത്തിലും പൂർണ്ണമായ വിശ്വസ്തയിലും ഇവരെ ബന്ധിക്കുമാറാകട്ടെ. ജീവനത്തിലുണ്ടാകുന്ന ക്ലേശങ്ങൾ സന്തോഷപൂർവ്വം സഹിക്കുവാനും നിന്റെ ഇഷ്ടമനുസരിച്ച് പരിശുദ്ധരായി ജീവിക്കുവാനും ഇതിൽ മുദ്രിതമായിരിക്കുന്ന കുരിശ് ഇവർക്ക് ശക്തി നൽകട്ടെ. ഇത് ഇവരുടെ വിശ്വസ്തതയുടെ അടയാളമായിരിക്കുകയും ചെയ്യട്ടെ. കർത്താവായ ദൈവമേ, ദമ്പതിമാരുടെ സ്നേഹത്തിന്റെയും വിശ്വസ്തതയുടെയും അടയാളമായി ഇവർ പരസ്പരം അണിയിക്കുന്ന ഈ മോതിരങ്ങൾ ആശീർവദിക്കണമേ. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ. കൃപാവരത്തിന്റെ അക്ഷരവസ്ത്രത്താൽ മനുഷ്യാത്മാവിനെ അലങ്കരിക്കുന്ന കാരുണ്യവാനായ കർത്താവേ, ഈ മന്ത്രകൂടി ആശീർവദിക്കണമേ. പൂർണ്ണമായ ആത്മസമർപ്പണവും പരസ്പര സ്നേഹവും വഴി അങ്ങയെ ധരിക്കുവാൻ ഈ ദമ്പതിമാരെ അനുഗ്രഹിക്കണമേ. അങ്ങയുടെ മണവാട്ടിയായ പരിശുദ്ധ സഭയെ മഹത്വത്തിന്റെ വസ്ത്രം ധരിപ്പിച്ച കർത്താവേ, ലോകത്തിൽ നിഷ്കളങ്കരായി ജീവിച്ച് സ്വർഗത്തിൽ മഹത്വത്തിന്റെ വസ്ത്രമണിയുവാൻ ഇവരെ യോഗ്യരാക്കുകയും ചെയ്യണമേ. സൗഭാഗ്യമേക മണ്ണിനോട്
യേശുനാഥൻ കരുണാവർഷം പൊഴിയുന്നു. കന്യാംബികയും ഓമൽ സുതരാമീശോയും ഇന്നു മുതൽ മരണം വരെ സന്തോഷത്തിലും ദുഃഖത്തിലും സമ്പത്തിലും ദാരിദ്ര്യത്തിലും ആരോഗ്യത്തിലും അനാരോഗ്യത്തിലും പരസ്പര സ്നേഹത്തോടും വിശ്വസ്തയോടും കൂടെ ഏകമനസ്സോടെ ജീവിച്ചുകൊള്ളാമെന്ന് വിശുദ്ധ സുവിശേഷം സാക്ഷിയാക്കി ഞങ്ങൾ വാഗ്ദാനം ചെയ്യുന്നു. ഈ വാഗ്ദാനമനുസരിച്ച് ജീവിക്കുവാൻ സർവശക്തനായ ദൈവം ഞങ്ങളെ സഹായിക്കട്ടെ. സഹോദരരെ, നിങ്ങൾ തലകുനിച്ച് ആശീർവാദം സ്വീകരിക്കുവിൻ. സർവശക്തനായ ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ആന്തരിക സൗന്ദര്യത്താലും പരിശുദ്ധാത്മാവിന്റെ വരങ്ങളാലും അവിടുന്ന് നിങ്ങളെ സമ്പന്നരാക്കട്ടെ. തിരുസഭയുടെ ശിരസ്സായ എപ്പോഴും നിങ്ങളുടെ ഭരണകർത്താവും സംരക്ഷകരമായിരിക്കട്ടെ. ജീവിതത്തിലെ എല്ലാ പ്രവർത്തനങ്ങളിലും അവിടുന്ന് നിങ്ങൾക്ക് തുണയായിരിക്കട്ടെ. മാനസികവും ശാരീരികവുമായ ആരോഗ്യവും ഭൗതികമായ സ്വസ്ഥതയും അവിടുന്ന് നിങ്ങളിൽ ചൊരിയട്ടെ. ദൈവം നിങ്ങൾക്ക് നൽകുന്ന മക്കളെ സന്തോഷപൂർവ്വം സ്വീകരിക്കുന്നതിനും അവരെ വിശുദ്ധിയുടെ മാർഗത്തിൽ നയിക്കുന്നതിനും അവിടുന്ന് നിങ്ങളെ സഹായിക്കട്ടെ. അവിടുത്തെ സ്തുതിയും കടതയും ആരാധനയും സമർപ്പിക്കുവാൻ നിങ്ങളെ അവിടുന്ന് യോഗ്യരാക്കുകയും ചെയ്യട്ടെ. വിവാഹമെന്ന ഉദാശീലൂടെ വിശുദ്ധ കുർബാന തുടരുകയാണ്. കുർബാനയിൽ ഇവർക്ക് വേണ്ടി സഭയും മുറിയേക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് ഭക്തിപൂർവ്വം തുറന്ന വിശുദ്ധ കുർബാനയിൽ സ്വീകരിക്കുകയും ജീവന്റെ അടയാളത്താൽ മുദ്രാക്കുകയും ചെയ്തവർ ഭക്തിയുടെ കൂടെ വിശുദ്ധ പങ്കൊള്ളട്ടെ.
വിശ്വാസത്തിൻ നാളം നീയല്ലോ. അതിലൂടെ എന്നെ തുടരണേ. അതുമാത്രമാണ് എൻ്റെ ആശ.
gets you high, then pulls you down. It brings you to your knees, then comes and sweeps you off your feet. Love is blind but helps you see. It makes you cry, makes you believe. It spins you round and round, then puts you back on stable ground. But I would do it all. I would do it all. I would do it all again with you. Love is wrong and love is right. It's a patient heart with tired eyes. It'll bring you to the end and show you where your life begins. But I would do it all. I would do it all. I would do it all again with you. Would do it all. I would do it all. I would do it all again. மலையூரு நாட்டாம மனச காட்டு கூட்டாம ஒன்ன போல யாரும் இல்ல மாமா. தஞ்சாவூரு ராசாங்க தாராளமா தந்தாங்க மனசுக்குள்ள எவனும் இல்ல ஆமா. நம் மின்னல் பிடிக்கத்தானே ஒரு வலைய கொண்டு போறேன். அதில் மீன் பிடிக்க மான் பிடிக்க மனசு இல்ல போடி. நான் வேட்டையாடத்தானே ஒரு வேலை கொண்டு போறேன். அடி பூ பறிக்க தேனடிக்க பொழுது இல்ல போடு. தொட்டதெல்லாம் தோல் பறக்கத மம்பட்டியா அட மம்பட்டியா. எட்டத்துக்கு மோடி பறக்கத மம்பட்டியா அட மம்பட்டியா. எட்ட கூட கல கலக்குது மம்பட்டியா அட மம்பட்டியா. பத்த கூட பட பறக்குது மம்பட்டியா அட மம்பட்டியா. அட மம்பட்டியா அட மம்பட்டியா. சிரிப்பா இல்ல மின்னல் அடிக்குது ஆசை பொண்ணுக்கு அச்சத டம் டம்.
தவிக்குது மாலை டம் டம் மஞ்சள டம் டம் மாத்து அடிக்கு மங்கள டம் டம் ஓல டம் டம் ஒதுக்கு டம் டம் ஓங்கி தட்டிக்கும் புத்திக டம் டம் மாலை டம் டம் மஞ்சள டம் டம் மாத்து அடிக்கு மங்கள டம் டம் ஓல டம் டம் ஒதுக்கு டம் டம். Bloody bugger. Hey, வாடா மாப்பிள்ள, பழ பழ தோப்புல வாலிபால் ஆடலாமா? ஆட்டும் சாப்பில சைக்கிள் கப்பல கிழக்கு கூடி போடலாமா? மூக்கு கீழே முத்தம் கொடு. கடிச்சு புட்டா கத்தக்கூடாதே முந்தானையில் புட்டகத்தே முள்ளு குத்தும், ரத்தம் வராதே. எப்படி அப்படி அப்படி உப்பு கருவாடு ஊற வச்ச சோறு ஊட்டி விட நீ போதும் எனக்கு முத்தமிட்டு நெத்தியில மார்புக்கு நெத்தியில செத்து விட தோணுதடிய கருமேல ஒரு மூடா பிடிப்போமா காக்கா கடி கடிச்சு சிறு மாங்கா திம்போமா ഈ മാതിരി തക്കിട തരികിട പാട്ടൊന്നും പാടി ഷൈൻ ചെയ്യാൻ നോക്കണ്ട. എന്നെ പോലുള്ള സാധാരണക്കാർക്ക് പാടാനും ഡാൻസ് ചെയ്യാനും പറ്റുന്ന പാട്ടാണെങ്കിൽ മതി. എന്താ ഇപ്പൊ ശരിയായിട്ട് ചെക്കനും പെണ്ണും ടെൻഷൻ അടിച്ചു ചങ്കു പറിച്ചു ചേർന്നൊരു കല്യാണം ചങ്കു കൊടുക്കും ചൻസുകളെല്ലാം മാർപ്പ് വിളിച്ച് കൂടണ കല്യാണം തകിലടിയോ നിറപൊടിയോ മധുരവിടെ വിളിയലിയോ നമ്മുടെ ചെക്കന്റെ കല്യാണം കളറാണടാ നമ്മുടെ ചെക്കന്റെ കല്യാണം കിടുവാണടാ നമ്മുടെ പെണ്ണിന്റെ കല്യാണം പൊളിയാണെടാ നമ്മുടെ പെണ്ണിന്റെ കല്യാണം കൊലമാസടാ നമ്മുടെ പെണ്ണിന്റെ നമ്മുടെ പെണ്ണിന്റെ നമ്മുടെ ചെക്കന്റെ കല്യാണം കളറാണടാ നമ്മുടെ ചെക്കന്റെ കല്യാണം കിടുവാണടാ നമ്മുടെ പെണ്ണിന്റെ കല്യാണം പൊളിയാണടാ നമ്മുടെ പെണ്ണിന്റെ കല്യാണം കൊലമാസടാ നമ്മുടെ ചെക്കന്റെ കല്യാണം കളറാണടാ നമ്മുടെ ചെക്കന്റെ കല്യാണം കിടുവാണടാ നമ്മുടെ പെണ്ണിന്റെ കല്യാണം പൊളിയാണടാ നമ്മുടെ പെണ്ണിന്റെ കല്യാണം കൊലമാസടാ. ഇവരെ പോലെ തന്നെ ഈ ഒരു ദിവസം ഏറ്റവും അധികം സന്തോഷിക്കുന്ന ഇവരുടെ മാതാപിതാക്കളായിരിക്കും അല്ലേ? സോ അവരില്ലാതെ നമുക്ക് എന്താ ആഘോഷം? സോ ആദ്യമായും സിബിസേന്റെ മാതാപിതാക്കളായ ചേരാടിൽ സാജുമോൻ സുഭാസിനെയും സാലു സാജുവിനെയും പിന്നെ പെങ്ങൾ സോന സുഭാസിനെയും ഏറെ സ്നേഹത്തോടെ ഈ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. I've seen the dark in your tired eyes, the nights you cry but don't say why. You wear your scars like you're okay, but I can hear what your silence says. When the world feels heavy on your chest and you forget that you're your best, just know I'm standing right here too, falling deeper every time you do. I love you more than you love you, more than the doubts you hide inside. When you're breaking, when you're bruised, I'll be the light you
can't find. I love you more than you see yourself. അടുത്തതായി പ്രിയയുടെ മാതാപിതാക്കളായ നെല്ലോര പ്രിയയിൽ രവി ജോഷിനെയും മരിയത്ത മാത്യുവിനെയും സഹോദരൻ റോജിനെയും സഹോദരൻ റോസിനെയും ഏറെ സ്നേഹത്തോടെ വേദിയിലേക്ക് ക്ഷണിക്കുകയാണ്. Love you. You talk like you're not enough, like you haven't already been strong. But every step you've ever made is proof your heart was brave all along. So when you're lost in yesterday, thinking you gave too much away, I'll remind you who you are. 1,000 miles, still not too far. I love you more than you love you, more than the nights you can't sleep. When you're fading, feeling used, I'll hold the parts you couldn't keep. I love you more than you see yourself, more than the truth you refuse. When you don't believe in you, I love you more than you love you. If you could see through my eyes tonight, you know you're everything right. Every flaw, every fight, still my home, still my life. I love you more than you love you, more than words can never do. When you're broken, feeling small, I love you through it all. Yeah, I love you more than you do, and I always will love you. I found a love for me. Darling, just dive right in, follow my lead. Well, I found a girl. ആദ്യമായിട്ട് സെമിസ്റ്റേർഡുകളാണ്. റിയ ചേച്ചിയാണ് ലൈഫ് പാർട്ണർ, അല്ലെങ്കിൽ എന്താ ഇത് മതി എന്നൊരു ഫിക്സ് ആക്കാനുള്ള ഒരു ക്വാളിറ്റി, ഒറ്റ ക്വാളിറ്റി മതി. റിയ ചേച്ചിയുടെ ക്വാളിറ്റി എന്തായിരുന്നു? ചേച്ചി ഒരുപാട് ക്വാളിറ്റിയുണ്ട്, അദ്ദേഹത്തെ പറഞ്ഞു കഴിഞ്ഞാൽ തീർക്കില്ല. അത് ഭയങ്കര ഫ്രണ്ട്ലിയാണ്, അതാണ് ഏറ്റവും കണ്ടുള്ള ക്വാളിറ്റി. സുന്ദരിയാണ്. അതുപോലെ തന്നെ ദേവി സെബിനാണ് ജീവിത പങ്കാളി തോന്നാൻ ഒരു പോസിറ്റീവ്. ഏറ്റവും പോസിറ്റീവായിട്ട് തോന്നിയത് എൻ്റെ എല്ലാ ടെൻഷനിലും എൻ്റെ എല്ലാ സങ്കടത്തിലും കൂടെ നിന്നിട്ടുണ്ട്. ഞാൻ ഏറ്റവും കൂടുതൽ ടെൻഷൻ അടിച്ച സമയത്തും ഞാൻ ഏറ്റവും ഡൗൺ ആയിട്ടുള്ള സമയത്തും എനിക്ക് സപ്പോർട്ട് മോട്ടിവേഷൻ ഒക്കെ ഒരാളാണ്. അതാണ് ഏറ്റവും വലിയ ക്വാളിറ്റി. പിന്നെ പറയാനാണെങ്കിൽ ഇഷ്ടപ്പെടുന്നുണ്ട്, അതൊന്നും ഇവിടെ പറഞ്ഞാൽ തീരത്തില്ല. ഏറ്റവും നല്ല ക്വാളിറ്റിയാണ് ഞാൻ തോന്നുന്നത്. ഓക്കെ, സമയത്തിൻ്റെ പരമ്പര പോലെ ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻ കഴിഞ്ഞു. ഇനി സെവിൻ ചേട്ടൻ അടിക്കുന്ന തുഷാര ചേച്ചിയോടാണ്. കപ്പം ചേട്ടത്തിയമ്മയാകുമ്പോൾ പോകുന്ന റിയ ചേച്ചിയോട് സെവിൻ ചേട്ടനെ കുറിച്ച് എന്താണ് പറയാനുള്ളത്? ഞങ്ങളുടെ ഒരു പാവം ചെക്കനാണ്, ചെക്കനെ നല്ലവണ്ണം നോക്കിക്കൊണ്ട്, അതാണ് എനിക്ക് പറയാനുള്ളത്. സെബിനോട് എന്താണ് പറയാനുള്ളത് ചേച്ചിയെ കുറിച്ച്? I know sometimes I'm slow to tell you it's no one else's fault but mine. If you don't know by the way I hold you, my heart's been yours this whole time. Oh, I hope I show it, just in case you need to know. I fall in love with you a little bit more, little bit more. Every time I think I've lost my way, I fall in love with you a little bit more, little bit more than before. Even on the days I'm not so sure, I fall in love with you a little bit more.
thought I knew every little thing about you. There's always more of you to learn. You try your best to show your worst, baby, you can rest assured I'll always be here for you, always be here for you. Oh, I hope I show it, just in case you need to know. I fall in love with you a little bit more, little bit more. Every time I think I've lost my way, I fall in love with you a little bit more, little bit more than before. Even on the days I'm not so sure, I fall in love with you a little bit more. Can't explain it and I don't know what to call it. All I know is I keep falling. I fall in love with you a little bit more, little bit more. Every time I think I've lost my way, I fall in love with you a little bit more, little bit more than before. Even on the days I'm not so sure, I fall in love with you a little bit more. Fall in love with you a little bit more. I fall in love with you a little bit more. Keep your head up, be strong. Don't get emotional. Where were you when your father told you, boys, don't cry, don't you know? Go ahead, drown your sorrows with some whiskey, that's how it's done. Talking about all your problems is a waste of time. The only way I know, only way I was ever shown, was how to deal with this alone. I let the waves crash down and keep it all inside. Don't try to work me out, I've done it all my life. Just let the weight on my shoulders keep on weighing me down a little bit longer. I'm alright, don't worry about me, I'm doing fine. Nothing's wrong, it's just a bad week. We all have those, there's no point in complaining, so just let it go. Yeah, clear your head, get your poker face on, cause this is embarrassing. Push it down, you don't have to let the whole world know. You know me, that I won't tell you what's really going on. I gotta deal with this alone. So let the waves crash down and keep it all inside. Don't try to work me out, I've done it all my life. Just let the weight on my shoulders keep on weighing me down a little bit longer. ராப்பகலா அழுதாச்சு, கண்ணு ரெண்டு ஆடி போச்சு. 40 நாள் விடிஞ்சாச்சு, துரும்பென எழுச்சாச்சு. ஆசனோ யாராதயா, மசங்குவி கசங்குதையா, கை பிடிக்க நீயும் மாயா. ஏ வீரா, கண்ணு குழி குழி காஞ்சு கிடக்குது வாயா. ஏ வீரா, நெஞ்சு வலி வலி கொஞ்சம் மறைஞ்சு போகட்டும் வாயா. ஏ வீரா, கண்ணு குழி குழி காஞ்சு கிடக்குது வாயா. நீ வாயா, மயில் தோகை மேலே மழையை போலவே. मुंडा थोड़ा ऑफ बीट है, पर कुड़ियां दे नाल बहुत स्वीट है. मुंडा थोड़ा ऑफ
ऑफ बीट है पर कुड़ियां दे नाल बहुत स्वीट है। ढोंगी सा ये बड़ा ढीठ है, वायरल हो गया ये ट्वीट पर फूल वूल करने में कूल तू बड़ी तेज कटारी है। शगन तेरी की लगन तेरी की हमने कर दी तैयारी है। नचते ने सारे रल मिल के आज हिले डुल के ले सारे के सारे नजारे। नचते ने सारे रल मिल के आज हिले डुल के ले सारे के सारे नजारे। खसबानों का नहीं എന്തു പറഞ്ഞാലും നീ എന്റേതല്ലേ വാവേ, നിന്നു പിണങ്ങാതെ ഒന്നുകൂടി പോരൂ പൂവേ. മാനത്തെ കൂട്ടി മഞ്ഞുമൈനയുറങ്ങിയില്ലേ, താരാട്ടും പാട്ടിൽ മണിത്തത്തയുറങ്ങിയില്ലേ. പിന്നെയും നീ എന്റെ നെഞ്ചിൽ ചാരും ചില്ലിവാതിലിൽ എന്റെ മുട്ടിയില. എന്തു പറഞ്ഞാലും നീ എന്റേതല്ലേ വാവേ, നിന്നു പിണങ്ങാതെ ഒന്നുകൂടി പോരൂ പൂവേ. नवराई माझी लाडाची लाडाची ग, आवड हिला चंद्राची चंद्राची ग. नवराई माझी नवसाची नवसाची ग, अप्सरा जशी इंद्राची इंद्राची ग. और आई चली शर्माती घबराती वो, पिया के घर इठलाती बल खाती वो. सुरमई नैना छलकाती छलकाती वो, पिया के घर भरमाती सकुचाती वो. अंबली चेलुला कण्णिले पाडु वट्टति कावले निक्कण दारी. अंबली चेलुला कण्णिले पाडु वट्टति कावले निक्कण दारी. അമ്പിളി ചേലുള്ള കണ്ണില് പാടി വടതി കവല് നിക്കണ താരി. താരും പുറത്തുനിന്നും പൊക്കിയതാണ്, തെങ്ങിനെ ചുംബിച്ച് കെട്ടിച്ചതാണ്. അമ്പിളി ചേലുള്ള കണ്ണില് പാടി വടതി കവല് നിക്കണ താരി. താരും പുറത്തുനിന്നും പൊക്കിയതാണ്, തെങ്ങിനെ ചുംബിച്ച് കെട്ടിച്ചതാണ്. கருப்பு பேரழகா கண்ணுக்குள்ள நிக்கிறிய ஜோரா, கிழிஞ்சு புட்ட நாரா. கருப்பு பேரழகா கண்ணுக்குள்ள நிக்கிறிய ஜோரா, கிழிஞ்சு புட்ட நாரா. கருப்பு போல ஒரு பேரழகு பூமி எங்கும் இல்ல, நீ கண்ணனோட புள்ள. அட கருப்பு கண்ணா வாடா, நான் காத்திருக்க சூடா, உரசி புட்டு போடா, இனி கருப்பு வெள்ளப்படம். നാളേറെ കാത്തിട്ടും നീ വന്നില്ല, മോഹിക്കും പോലെ വേഗം നേരം പോയില്ല. നിന്നെ ഞാൻ കാണുന്ന നേരം തൊട്ടേ എന്നുള്ളിൽ കേൾക്കുന്നുണ്ട് ജില്ലം ജില്ലാല. മാറത്തെ മൈനെ നിൻ പേരെ കൊഞ്ചാറുള്ളൂ, നീ എന്നൊരാളെ എൻ കണ്ണിൽ മിന്നാനുള്ളൂ. ആകാശം വീശുന്നുണ്ട് മേഘത്തുവാല, പാടാനി ഞാനില്ല ജില്ലം ജില്ലാല. പാടിനാ പട്ടക്ക് തുഴഞ്ഞ് പട്ടക പഠിച്ച് പാണ്ടിയ പട്ട കേറി അടട മീശ കൗണ്ടറേ മുരശ് മുട്ടി പാടടേ തായ്മൊഴിയിൽ താ
പാൽക്കുടങ്ങൾ കൊണ്ടുവന്നു. താരകങ്ങൾ കണ്ണുവെച്ച പാരിജാതമല്ലേ, താഴെ എന്റെ കൂടെ നഞ്ഞ പഞ്ചവർണ്ണമല്ലേ, തങ്കമെന്റെ കൺകവർണ്ണ പുണ്യം നിഞ്ചലിക്ക് മുത്താരം കാലം കഴിഞ്ഞടി മോഹബത്തിൻ കണ്ണേ, ഇന്നിനി രാവിൻ മണിയറയിൽ അമ്പിളി മാമൻ വരുമല്ലോ, അറബിക്കഥയുടെ മഞ്ചലിലേറി രാജകുമാരൻ വരുമല്ലോ, ഇന്നാണല്ലോ കല്യാണം, റംസാൻ നിലാവത്ത പെണ്ണല്ലേ. धक धक दिल धड़के आजा आजा प्यार कर ले, ओ धक धक दिल धड़के आजा प्यार कर ले, दिल के दिल दे सनम चिल चिलंब मणिये चातल मഴത്തുളിയേ പൂപ്പളുങ്ക് മുകിലേ ശറാബ് പോലെ തുള്ളി തുള്ളി തുളുമ്പും നെഞ്ചിൽ നിന്നും നേരിൻ സംഗീതം, ഉള്ളിനുള്ളിൽ തുടിക്കും അന്തിവിന്നിൻ റാന്തൽ പൂവട്ടം. Falling from your eyes, emptiness you cannot hide. Voices saying we can cross the valley in between us. Oh, oh, when everything is going down. Oh, 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 my dear, please hear me now. Don't let go, just keep your heart beat close, and I will change this, and we will make it.
upon my love. So much beauty to discover, I can hardly take it in. I will ever stand in wonder of a grace that never ends. The more I praise you, the more I want to. I'm falling in love with you. I lay my life down, God, I am yours now. I'm falling in love with you. We have barely scratched the surface of your death-defying love. Every breath I have is worth it. 1,000 songs are not enough. The more I praise you, the more I want to. പിതാവായ ദൈവമേ എന്ന പിതാവായ ദൈവമേ വിവാഹം എന്ന ഉദാശയിലൂടെ ഞങ്ങളുടെ പ്രിയപ്പെട്ട സുഖത്തെയും പ്രിയയുടെയും ഇന്നപ്പെടുത്തതിന് ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. അങ്ങയെ ഞങ്ങൾ ആരാധിക്കുന്നു. ഇനി ഞങ്ങൾക്ക് അന്നല്ല ഒന്നാണ് എന്ന അവബോധം ഇതിൽ വളർത്തണമേ. അന്യോന്യം സമർപ്പിച്ചും പ്രോത്സാഹിപ്പിച്ചും പോരായ്മ ക്ഷമിച്ചും സഹിച്ചും കൊള്ളുവാനും പരസ്പരധാരണയിലും ഐക്യത്തിലും ജീവിക്കുവാനും മരണം വരെ വിശ്വസ്തരായി വ്യാപരിക്കുവാനും ഇവരെ അനുഗ്രഹിക്കണമേ. സഭയോടുള്ള സ്നേഹത്തെ പ്രതി സ്വന്തം ജീവിതം വിലയാൻ നൽകിയ ഈശോനാഥ പങ്കുവയ്ക്കുന്ന സമൃദ്ധിയിൽ ജീവിക്കുവാനും ദുഃഖങ്ങളിലും വേദനകളിലും സമാധാനവും സന്തോഷവും കണ്ടെത്തുവാനും ഇവരെ സഹായിക്കണമേ. ഇവർ ജീവിക്കുന്ന കുടുംബത്തിൽ എന്നും സമാധാനവും കളിയാടട്ടെ. നിത്യപിതാവും പരിശോധനയിലേക്കും നന്മാറിഞ്ഞവരെ സ്ത്രീ കർത്താവങ്ങയുടെ സ്ത്രീകൾ അങ്ങനെ നീതിക്കപ്പെടുവാമോ അങ്ങയുടെ നിന്ദനമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാണോ. സ്ത്രീ കർത്താവങ്ങയുടെ സ്ത്രീകൾ അങ്ങനെ നീതിക്കപ്പെട്ടതാവും അങ്ങയുടെ നിന്ദനമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവരാണോ. സഹായി കർത്താവങ്ങയുടെ സ്ത്രീകൾ അങ്ങനെ അനുഗ്രഹിക്കപ്പെട്ടതാവും അങ്ങയുടെ നിന്ദനമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാണോ. പ്രധാനും പുത്രന്റെ സിദ്ധാന്മാകൃതിയും തന്റെ മാതാവേ For the stars at night, every sunset sky, for it all, oh God, I say I love you. For the world you made, every brand new day, for it all, oh God, I say I love you. For the cross you bore, every nail and thorn, for it all, oh God, I say I love you. All I have inside, heart, soul and mind, for it all, oh God, I say I love you. For it all, oh God, I say I love you. For it all, oh God. The more I praise you, the more I want to. I'm falling in love with you. I lay my life down, God, I am yours now. I'm falling in love. സത്യം ചെയ്തു സത്യം ചെയ്തു. എന്നാ സത്യം ചെയ്തു നീ പറഞ്ഞതെല്ലാം സത്യം ചെയ്തു. ശരിക്കോ? സമ്മതിച്ചു. ഞാനും പ്രിയയും ആദ്യമായി പരിചയപ്പെടുന്നത് മാട്രിമോണി സൈറ്റ് വഴിയാണ്. ഞാൻ പുള്ളിക്കാരിക്കൊരു റിക്വസ്റ്റ് അയച്ചു. സാധാരണ റിക്വസ്റ്റ് അയക്കുന്നവർ തന്നെ
റിക്വസ്റ്റ് കിടക്കുന്ന ഡിസ്ക്രിപ്ഷനൊക്കെ സൂപ്പർ ആയിരുന്നു. പക്ഷെ ഞാനല്ല അത് നോക്കിയത്, എൻ്റെ ഫ്രണ്ടാണ് ഫാമിയ. അവള് ചുമ്മാ ഇരുന്ന് നോക്കിയിട്ട് ഒരു ആക്സെപ്റ്റ് ചെയ്തതാണ്. എന്നിട്ട് പിന്നെയാണ് അവൾ എന്നോട് പറയുന്നത് ഈ പ്രപ്പോസലിന്റെ കാര്യം. ഞാൻ ഡിസ്ക്രിപ്ഷൻ നോക്കിയപ്പോൾ സൂപ്പർ പ്രപ്പോസലും സൂപ്പർ ഡിസ്ക്രിപ്ഷനൊക്കെ ആയിരുന്നു. അങ്ങനെ പിന്നെ ഒരു ഹായ് ഇട്ടതാണ്. അത് പിന്നെ ഇവിടം വരെ എത്തി. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോഴത്തേനും ഞാനിത് വേണ്ടാന്ന് വെക്കാൻ വേണ്ടി തീരുമാനിച്ചപ്പോഴാണ് അടുത്ത എൻട്രി ഒരു 50 റോസപ്പൂയുടെ ബൊക്കെയൊക്കെ ആയിട്ട് പുള്ളിക്കാരി ജോലി റിസൈൻ ചെയ്യുന്ന ദിവസം ലാസ്റ്റ് ഡേ എനിക്ക് സെൻഡ് ചെയ്തു 50 റോസാപ്പൂവിന്റെ ബൊക്കെ. അതിൽ ഞാനങ്ങ് വീണു. അയച്ചു കൊടുത്തു. അതിൽ പുള്ളിക്കാരി വീണ്. അത് കഴിഞ്ഞ് ഞങ്ങൾ സംസാരിച്ചു. അതിന്റെ ഇടയിൽ അപ്പന്മാര് തമ്മിൽ സംസാരിക്കുന്നുണ്ടായിരുന്നു. അതെ, ആദ്യം എന്നോട് സംസാരിച്ചത് സെവിൻ ചേട്ടന്റെ പപ്പയാണ്. അത് കഴിഞ്ഞ വെച്ചാണ് ഇങ്ങോട്ട് എന്നോട് വിളിച്ച് സംസാരിക്കാൻ തുടങ്ങിയത്. അങ്ങനെ സംസാരിച്ച് ഒരു ദിവസം എന്നെ പ്രപ്പോസ് ചെയ്തു. വാലന്റൈൻസ് ഡേക്ക് നമ്മൾ യെസ് പറഞ്ഞു. അത് കഴിഞ്ഞ് ദൈവാനുഗ്രഹം കൊണ്ട് ഇപ്പൊ കല്യാണം വരെ എത്തി. ഇതുവരെ എത്തി. ഇതാണ് നിങ്ങളുടെ കഥ. സെവിൻ, ഈ 4 വർഷം നമ്മൾ ഇഷ്ടപ്പെട്ടു, പരിചയപ്പെട്ടു, ഒരുപാട് അടുത്തു. ഇനിയുള്ള ജീവിതകാലം മുഴുവനും, ഇനി എൻ്റെ മരണം വരെ ഞാൻ കൂടെ ഉണ്ടാവും. എൻ്റെ ഒപ്പം ഉണ്ടാവണം. എല്ലാ സുഖത്തിലും ദുഃഖത്തിലും, എല്ലാ ടെൻഷനിലും, എല്ലാ സന്തോഷത്തിലും എൻ്റെ കൂടെ തന്നെ ഉണ്ടാവണം. തീർച്ചയായിട്ടും. ഇതുവരെ നമ്മളെല്ലാം ഒറ്റയ്ക്കൊറ്റയ്ക്കാണ് താമസിച്ചത്, ജീവിച്ചത്. ഇനി മുന്നോട്ട് നമ്മൾ ഒരുമിച്ചായിരിക്കും എല്ലാ കാര്യങ്ങളും. റിയ, ലവ് യു. Stars are all watching you shining brighter than them somehow. Days have all faded and there's no more waiting for this right now. Your hand here in mine, in all my life. This is the best part. I dreamed of this moment with you. You have my whole heart. Now to forever, it's true. This is the best part. You are the best part. I can't imagine anything better than